നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ആദ്യ ടൗൺഷിപ്പ് കൽപ്പറ്റയിലെ എസ്റ്റോൺ എസ്റ്റേറ്റിൽ. പുനരധിവാസത്തിനായി കണ്ടെത്തിയ 2 എസ്റ്റേറ്റുകളിൽ ഒന്ന് മാത്രം ഏറ്റെടുത്താൽ മതിയെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പശ്ചാത്തല സൗകര്യവും ഗുണഭോക്താക്കളുടെ എണ്ണവും കണക്കിലെടുത്താണ് നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. SFI സംഘടനയെ അടിയന്തിരമായി പിരിച്ചുവിടണമെന്ന KPCC പ്രസിഡന്റ് K. സുധാകരൻ. സഹപാഠികളെ കൊല്ലാക്കൊല ചെയ്യുന്നത് SFI ഒരു വിനോദമായി കണ്ടിരിക്കുന്നത്. SFI സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇങ്ങനെയൊരു തീരുമാനമെടുക്കണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെടുന്നത്. വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാൽ. ആദ്യം പദ്ധതി തുടങ്ങി വയ്ക്കുന്നതിലാണ് പരിഗണന നൽകുന്നത്. നൽകിയ വായ്പ 1.5 മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന് കേന്ദ്രം പറഞ്ഞതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ വേണ്ടത്ര തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 7 വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തു. റാഗിംഗ് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. 1ാം വർഷ വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിരുന്നു. കൂടാതെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായി എന്നും കണ്ടെത്തിയിരുന്നു. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ ചെന്താമരയുടെ ജാമ്യം കോടതി റദ്ദാക്കി. 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് ഈ നടപടി. ഈ കേസിലാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവായ സുധാകരനെയും മാതാവായ ലക്ഷ്മിയെയും വെട്ടി കൊലപ്പെടുത്തുന്നത്. വയനാട് കമ്പമല വനപ്രദേശത്ത് വീണ്ടും കാട്ടുതീ. ഇന്നലെ തീ പടർന്ന അതേ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും കാട്ടുതീ പടർന്നിരിക്കുന്നത്. ഫയർഫോഴ്സും വനംവകുപ്പ് സംഘവും സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. തലപ്പുഴയിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവികമായി പിടിച്ച തീയല്ല പടർന്നത് എന്നും മാനന്തവാടി DFO മാർട്ടിൻ ലോവർ വ്യക്തമാക്കി. ആരോ മനഃപൂർവ്വം കത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ തീ പടരൂ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പത്തനംതിട്ട CITU പ്രവർത്തകൻ ജിതിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മൃഗീയമായ കൊലപാതകമാണ് ഇവർ നടത്തിയത്. പ്രതികൾക്കെതിരെ CPM ലോക്കൽ കമ്മിറ്റിക്ക് നേരത്തെയും സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് രാജീവ് എബ്രഹാം വ്യക്തമാക്കി. അനന്തു കൃഷ്ണന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസ് റെയ്ഡ് നടന്നത്. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു റെയ്ഡ്. വാറന്റുമായി ക്രൈംബ്രാഞ്ച് എത്തിയതിനാൽ ഇവിടെ നിന്നും ED പിന്മാറുകയായിരുന്നു. അശ്ലീല പരാമർശത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന രൺബീർ അല്ലാബാഡിയുടെ ഹർജിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. എന്തുതരം പരാമർശമാണ് നടത്തിയത് എന്ന് കോടതി ചോദിച്ചു. അപലപനീയമായ പെരുമാറ്റമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. മാതാപിതാക്കളെ അപമാനിച്ചു. മനസ്സിലെ വൃത്തികേടാണ് യൂട്യൂബ് ചാനൽ വഴി നടന്നത്. എന്തിന് അനുകൂല തീരുമാനം എടുക്കണമെന്നും കോടതി ചോദിച്ചു. വിരാട് കോഹ്ലിയുടെ ലോകോത്തര ബാറ്റിംഗ് ഏതൊരു ബൗളർക്കും വെല്ലുവിളിയാണെന്ന് പാക് പേസർ ഹാരിസ് റൌഫ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് പാക് താരത്തിന്റെ പ്രതികരണം. 2022 T20 ലോകകപ്പിൽ മെൽബണിൽ നടന്ന മത്സരത്തിൽ റൌഫിനെ തുടർച്ചയായി കോഹ്ലി സിക്സർ പറത്തിയിരുന്നു. മത്സരത്തിൽ വിരാട് കോഹ്ലിയെ നേരിടാൻ തയ്യാറാണെന്നും റൌഫ് പറഞ്ഞു.